മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. തൃശൂർ-ഷൊർണൂർ പ്രധാന പാതയിൽ റോഡിലേക്ക് മരം പൊട്ടിവീണ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടും റവന്യൂ വകുപ്പ് അധികൃതരോ KSEB അധികൃതരോ സംഭവസ്ഥലം സന്ദർശിച്ചില്ലെന്ന് വ്യാപക പരാതി. ചെറുതുരുത്തി ജുമാ മസ്ജിദിന് മുൻവശത്താണ് കഴിഞ്ഞ ദിവസം രാത്രി കാറ്റിൽ മരത്തിന്റെ കമ്പ് പൊട്ടിവീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. തുടർന്ന് സമീപ പ്രദേശത്തെ കടയിലെ ഉടമയായ വീട്ടമ്മയാണ് കമ്പുകൾ വെട്ടിമാറ്റി തടസ്സം നീക്കിയത്. അധികൃതരുടെ അനാസ്ഥയിൽ INTC മണ്ഡലം പ്രസിഡന്റ് PT തമ്പിമണി ആരോപണം ഉന്നയിച്ചു. പൊട്ടിവീണ ഇലക്ട്രിക് ലൈനുകൾ ഇതുവരെയും ശരിയാക്കാൻ KSEB അധികൃതർ എത്തിയിട്ടില്ലെന്നും ആരോപണമുയരുന്നു. സർവീസ് വയറും ലൈൻ കമ്പിയെല്ലാം പൊട്ടി വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണ്. ഏകദേശം 16 മണിക്കൂർ കഴിയുന്നു. ഇതുവരെയും ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അധികാരികളോ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആരെങ്കിലും അല്ലെങ്കിൽ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളോ ആരും തന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, ഈ റോഡിൽ കിടന്നിരുന്ന മരങ്ങളുടെ അവശിഷ്ടങ്ങൾ, കൊമ്പുകൾ ഈ ലോട്ടറി വിൽപ്പനക്കാരിയായ ചേച്ചിയാണ് മുറിച്ച് നീക്കം ചെയ്യുന്നത്. അത്ര പോലും നമ്മുടെ നാട്ടുകാരുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട പഞ്ചായത്തോ റവന്യൂ അധികൃതരോ ഇലക്ട്രിസിറ്റി ബോർഡോ തിരിഞ്ഞു നോക്കില്ല എന്ന കാര്യത്തിൽ തികച്ചും പ്രതിഷേധാർഹമായ കാര്യമാണ്. BCV ന്യൂസ്, ചെറുതുരുത്തി. You are watching VCV News.